ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യുദ്ധകാണ്ഡത്തിലെ കുംഭകർണന്റെ നീതിവാക്യ ഭാഗമാണ് നമുക്കിന്ന് വായിക്കേണ്ടത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനര രാജാക്കന്മാർക്കാത്മജനെയും രാവണ ബാണാദിവിദിതന്മാരായ പാവകപുത്രാദി വാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൻ. രാത്രിഞ്ചരേന്ദ്രനും വൃത്യജനത്തോടു പേർത്തു നിജാർത്തികളോർത്തു ചൊല്ലിയിടിനാൻ. നമ്മുടെ വീര്യഫലങ്ങളും കീർത്തിയും നന്മയുമർത്ത പുരുഷാകാരാദിയും നഷ്ടമായി വന്നിതൊടുങ്ങി സുഹൃതവും. കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം വേദാബുധാനുമനാരണ്യഭൂപനും വേദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകൂപരാതിയും ജമ്പാരി മുമ്പാം നിലിംബവരന്മാരും കുംഭോദ്ഭവാദികളായ മുനികളും ശംഭു പ്രണയിനിയാകിയ ദേവിയും പുഷ്ടതപോവലം പൂണ്ടു പാതിവൃത്യനിഷ്ഠയോടെ മരുവുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം ചിന്തിച്ചു കാൺമിൻ നമുക്കിലിനിയും പുനരെന്തോന്നു നല്ലോ ജയിച്ചു കൊള്ളുവാനഹോ. കാലാരി തുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി. 6 മാസം കഴിഞ്ഞെന്നിയുണർന്നിടുമാറില്ലങ്ങുറങ്ങിത്തുടങ്ങിയിട്ടവനുമിൻ 9 നാളേ കഴിഞ്ഞുള്ളൂ. നിങ്ങൾ അൻപോടുണർത്തുവിൻ വല്ല പ്രകാരവും രാക്ഷസരാജ നിയോഗേന ചെന്നോരോ രാക്ഷസരെല്ലാവരും ഒരുമ്പെട്ടുണർത്തുവാൻ ആനകദുന്ദുബി മുഖ്യവാദ്യങ്ങളുമാന തീർക്കാലാൾ കുതിരപ്പടകളും കുംഭകർണോരസീപാഞ്ഞുമാർത്തും ജഗത് കമ്പം വരുത്തിനാരെന്തൊരു വിസ്മയം. കുംഭസഹസ്രം ജലം ചൊരിഞ്ഞിടിനാൻ കുംഭകർണ ശ്രവണാന്തരേ പിന്നെയും. കുംഭീവരന്മാരെ കൊണ്ടു നാസാരന്ധ്ര സംഭൂത രോമം പിടിച്ചു വലിപ്പിച്ചും ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധോ ഭൃത്യജനങ്ങളും വന്നു വണങ്ങിനാൻ. കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തി കണ്ടാനുജൻ. എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവാൻ ഇന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാനതു നേരം. ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ പോയിക്കൊള്ളുക നല്ലതു. ഏവം മഹോദരൻ ചൊന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങിനാൻ. ഗാഠമായ ലിംഗനം ചെയ്തിരുത്തിനാൻ ഊഢമോദം നിജസോദരൻ തന്നെയും. ചിത്തേ ധരിച്ചതില്ലോർക്ക നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലും കേട്ടാലും ഇന്നടോ. സോദരി തന്നുട നാസാകുചങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകീദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കൊണ്ടാരാമസീമനി കൊണ്ടൊന്നു വെച്ചിടിനേൻ. വാരിതിയിൽ ചിറകെട്ടിക്കടന്നവൻ പോരിന്നു വാനരസേനയുമായി വന്നു കൊന്നാൻ. പ്രഹസ്താദികളെ പലരെയും എന്നെയും എയ്തു മുറിച്ചാൻ ജിതശ്രമം കൊല്ലാതെ കൊന്നയച്ചാനതു കാരണമല്ലൽ മുഴുത്തു ഞാൻ നിന്നെയുണർത്തിനേൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. നന്നെത്രയും നല്ലതേ നല്ലു കേൾ. നല്ലതും തീയതും താനറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകേൾ. നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്നല്ല അല്ലാവതർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു. സീതയെ രാമനു നൽകുകെന്നിങ്ങനെ സോദരൻ ചൊന്നാനതിന്നു കോപിച്ചു നീ ആട്ടിക്കളഞ്ഞതു നന്നു നൊന്നോർത്തു കാൺ. നാട്ടിൽ നിന്നാശു വാങ്ങി ഗുണമൊക്കവേ നല്ലവണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാമതു കൊണ്ടതും കുറ്റമല്ലടോ. നല്ലതൊരുത്തരാലും വരുത്താവതല്ലൽ വരുത്തുമാപത്തണയുന്ന നാൾ.
കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും മർത്തപുരുഷാകാരാദിവേദങ്ങളും 4 ഉപായങ്ങളും 6 നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു പത്യം പറയുമമാത്യനുണ്ടെങ്കിലോ ഭർത്തൃസൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും. ഇങ്ങനെയുള്ളൊരമാത്യധർമ്മം വെടിഞ്ഞ് എങ്ങനെ രാജാവിനിഷ്ടമെന്നാലതു കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ട് അന്വഹമാത്മാഭിമാനവും മറിച്ചു മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ളോരമാത്യജനങ്ങളിൽ നല്ലതു കാഗോളമെന്നതു ചൊല്ലുവാൻ അല്ലൽ വിഷമമുണ്ടവർക്കെന്നില്ലയല്ലോ. മൂഢരാം മന്ത്രികൾ ചൊല്ലുകേട്ടിടുകിൽ നാടുമായുസ്സും കുലവും നശിച്ചുപോവും. നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നാർത്തി മുഴുത്തു മരിക്കും മൃഗകുലം. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു. മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്ന് അത്തൽപ്പെടുന്നു. ബളിശം ഗ്രസിക്കയാൽ ആഗ്രഹമൊന്നിങ്കലേറിയാലാപത്തു പോക്കുവാനാവതല്ല വണ്ണം വരും. നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനും ഉന്മൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാനറിഞ്ഞേനതോ രാത്രിഞ്ചരാധിപാ. ഇന്ദ്രിയങ്ങൾക്കു വശനായിരിപ്പാവൻ എന്നും ആപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം. ഇന്ദ്രിയഗ്രാമം ജയിച്ചിരിക്കുന്നവൻ ഒന്നുകൊണ്ടും വരാ നൂനമാപത്തുകൾ. നല്ലതല്ലെന്നറിഞ്ഞിരിക്കേ ബലാൽ ചെല്ലുമെന്നെങ്കിലൊരുത്തന പെരുചി പൂർവജന്മാർജിത വാസനയാലതിൻ ആവതല്ലേതുമതിൻ വശനായി വരും. എന്നാലതിങ്കൽ നിന്നാശു മനസ്സിനെ തന്നെ ശാസ്ത്രവിവേകോപദേശങ്ങൾ കൊണ്ടു വിധേയമാക്കിക്കൊണ്ടിരിപ്പവനുണ്ടോ ജഗത്തിങ്കലാരാനുമൂർക്ക നീ. മുന്നം വിചാരകാലേ ഞാൻ ഭവാനോടു തന്നെ പറഞ്ഞതല്ലേ ഭവിഷ്യൽ ഫലം. ഇപ്പോൾ ഉപഗതമായി വന്നതീശ്വര കൽപ്പിതമാർക്കും തടുക്കാവതല്ലോ. മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ നാനാ ജഗന്മയൻ നാരായണൻ പരൻ സീതയാകുന്നതു യോഗമായാ ദേവി ചേതസീ നീ ധരിച്ചിടുകെന്നിങ്ങനെ നിന്നോടു തന്നെ പറഞ്ഞു തന്നീലയോ മന്നവാ മുന്നമേ എന്തോരാഞ്ഞതും. ഞാനൊരു നാൾ വിശാലയാം യഥാസുഖം കാനനാന്തേ നരനാരായണാശ്രമേ വാഴുന്ന നേരത്തു നാരദനെ പരിതോഷേണ കണ്ടു നമസ്കരിച്ചിടിനേൻ. ഏതൊരു ദിക്കിൽ നിന്നാഗതനായിരൻ ആദരവോടരുൾ ചെയ്യുക മഹാമുനെ. എന്തൊരു വൃത്താന്തമുള്ളൂ ജഗത്തിങ്കലന്തരം കൂടാതരുൾ ചെയ്യുക എന്നാൽ ചോദിച്ച നേരത്തു നാരദനെന്നോടു സാദരം ചൊന്നാൻ ഉദന്തങ്ങളൊക്കവേ. രാവണ പീഡിതന്മാരായി ചമഞ്ഞോരു ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേവേശനാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ. ത്രൈലോക്യ കണ്ടകനാകിയ രാവണൻ പൗലസ്ത്യപുത്രനദീവ ദുഷ്ടൻ ഖലൻ ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിടുന്നതെങ്ങുമിരിക്കരുതാതെ ചമഞ്ഞിതു. മർത്യനാൽ എന്നിയെ മൃത്യുവിൽ എന്നതു മുക്തം വിരിഞ്ചനാൽ മുന്നമേ കൽപ്പിതം. മർത്യനായി തന്നെ പിറന്നു ഭവാനിനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ. ഇത്തമുണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തു പൃഥ്വിയിൽ ഞാൻ അയോധ്യയാം ദശരഥപുത്രനായി വന്നു പിറന്നെനി സത്വരം. നക്തഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ചത്തൽ തീർത്തിയിടുവാൻ ഇത്രിലോകത്തിങ്കൽ സത്യസങ്കൽപ്പനാമീശ്വരൻ തന്നെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെയെല്ലാം ഒടുക്കും അവനിനി മംഗലം വന്നുകൂടും ജഗത്തിങ്കലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി. നന്നായി നിരൂപിച്ചു കൊള്ളുക നീ മാനസേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളനിന്ദീവരദളശ്യാമൻ മായാമാനുഷ്യവേഷം പൂണ്ട രാമനെ കായേന വാചാ മനസാ ഭജിക്ക നീ. ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവിടോ. ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം. സംഖ്യയില്ലാതോളമുണ്ടവതാരങ്ങൾ പങ്കജനേത്രനാം വിഷ്ണുവിനെങ്കിലും സംഖ്യാവതാം മതം ചൊല്ലുവൻ നിന്നുടെ
ശങ്കയെല്ലാം അകലെ കളഞ്ഞിടുവാൻ രാമാവതാര സമമല്ലതൊന്നുമേ നാമജപത്തിനാലേ വരും മോക്ഷവും. ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷാകാരനാം രാമനാകുന്നതും താരകബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ജനം ആമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നിതു സന്തതം. ബുദ്ധതത്വന്മാർ നിരന്തരം രാമനെ ചിത്താംബുജത്തിങ്കൽ നിത്യവും ധ്യാനിച്ചു തച്ചരിത്രങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ചാത്മനാത്മനാ കണ്ട് അച്യുതനോടു സായുജ്യവും പ്രാപിച്ചു നിശ്ചലാന്തേ ലയിക്കുന്നിതന്വഹം. മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചു കൊൾകാനന്ദമൂർത്തിയേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. കുംഭകർണൻ ധാരാളം തത്വങ്ങൾ രാവണന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ പൂർവജന്മാർജിതമായ വാസന കൊണ്ട് ഈ ജന്മത്തിലും എത്ര നല്ലത് ചെയ്യണമെന്ന് കരുതിയാലും നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പൂർവജന്മാർജിത കർമ്മങ്ങളുടെ ഫലം മനസ്സിലാക്കി ഈ ജീവിതത്തിൽ മുൻപോട്ടേക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് നീ സീതാദേവിയോട് തോന്നിയ ഈ ആഗ്രഹം ഈ വംശത്തിൻ്റെ മുഴുവൻ നാശത്തിന് കാരണമാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം രാവണനോട് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം കുംഭകർണൻ യുദ്ധത്തിന് പോവാണ്. അങ്ങനെ കുംഭകർണനെ വധിച്ചതിന് ശേഷം നാരദർ സ്തുതിക്കുന്ന ഭാഗമാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യക യക്ഷഭുജംഗ ഗഗാപ്സരോ വൃന്ദവും കിന്നരചാരണ കിംപുരുഷന്മാരും പന്നകതാപസ ദേവസമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്തിയാ പുകഴ്ത്തിനാൻ ചിൽ പുരുഷം പുരുഷോത്തമമദ്വയം. ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥമമ്പോടവതരിച്ചിടിനാൻ. രാമം ദശരഥനന്ദനൻ ഉൽപ്പല ശ്യാമളം കോമളം ബാണധനുർധരം പൂർണ്ണചന്ദ്രാനനം കാരുണ്യ പീയൂഷ പൂർണ്ണസമുദ്രം മുകുന്ദം സദാശിവം. ആമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിനാൻ സീതാപദേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീപുരുഷോത്തമ. ശ്രീരാമ ദേവദേവേശ ജഗന്നാഥ നാരായണാഖിലാധാര നമസ്തേ. വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ. ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടു മായയാ മാനുഷാകാരനായി ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപമായി സത്വപ്രധാന ഗുണപ്രിയനായി. ഇങ്ങനെ സ്തുതിച്ചതിന് ശേഷം അതികായനെ വധിക്കുകയും വധത്തിനു ശേഷം ഇന്ദ്രജിത്തുമായുള്ള യുദ്ധം, ആ ഇന്ദ്രജിത്തിൻ്റെ യുദ്ധത്തോടു കൂടിയാണ് ഔഷധത്തിന് വേണ്ടി ഹനുമാൻ്റെ യാത്രയാണ്. അങ്ങനെ ഹനുമാൻ ഔഷധ കൊണ്ടുവന്നതിന് ശേഷം കാലനേമിയുടെ വധമാണ്. ആ കാലനേമി വധത്തിന് ശേഷം മേഘനാഥനെ വധിക്കുന്ന ഒരു ഭാഗം. ആ മേഘനാഥനെ വധിച്ചതിന് ശേഷം വീണ്ടും യുദ്ധത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ്. ആ യുദ്ധത്തിൻ്റെ ഭാഗങ്ങൾക്ക് ശേഷം രാവണ വിലാപമാണ്. ഏതൊരാളും ചില സന്ദർഭം എത്തിക്കഴിഞ്ഞാൽ സങ്കടപ്പെടുകയും പൊട്ടിക്കരയിലും ഒക്കെ ഉണ്ടാവും. ഇത്രയൊക്കെ ശക്തിയുള്ള രാവണനും വിലാപം, രാവണൻ്റെ ദുഃഖം ഒരു ഭാഗത്ത് പറഞ്ഞതിന് ശേഷം രാവണ യുദ്ധഭാഗമാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ഇത്തം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലബലാദികൾ സങ്കരത്തിനു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലെ. ലങ്കാധിപന്നു സഹായമായി വേഗേന സംഖ്യയില്ലാത്ത ചതുരംഗസേനയും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. വാനരവീരരെ നിങ്ങളവരോടു മാനം നടിച്ചു ചൊന്നേൽക്കരുത് ആരുമേ. ഞാനിവരോടു പോർ ചെയ്തൊടുക്കിയിടുവൻ ആനന്ദമുൾക്കൊണ്ടു കണ്ടുകൊള്ളുകേ വരും എന്നരുൾ ചെയ്തു. നിശാചരസേനയിൽ ചെന്നു ചാടിയിടിനാനാ ഏകേശ്വരൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിയിടിനാൻ. എത്ര നിശാചരരുണ്ടു വന്നേറ്റതിനത്ര രാമന്മാരുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞിതു സംഗ്രാമഭൂമിയും എന്തൊരു വൈഭവമന്നേരം.
എന്നോടു തന്നെ പോരുന്നിതുരാഘവനെന്നു തോന്നി രജനീചരർക്കൊക്കവേ ദ്വാദശ നാഴിക നേരമൊരുപോലെ യാതുദാനാവലിയോടു രഘുത്തമൻ അസ്ത്രം വരിഷിച്ച നേരമാർക്കും തത്ര ചിത്തേ തിരിച്ചറിയായതില്ലേതുമേ വാസര രാത്രി നിശാചരവാനര മേധിനി വാരിതി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു മേതുരന്മാരായ രാക്ഷസവീരരും ദ്വാദശ നാഴിക കൊണ്ടു നിശാചരർ മേദിനി തന്നിൽ വീണിടിനാരൊക്കവേ മേഘത്തിനുള്ളിൽ നിന്നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായി തന്നേരം ലക്ഷ്മണൻ താനും വിഭീഷണനും പുനർ അർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞിതു രാഘവനന്നേരം മർക്കടനായകന്മാരോടരുൾ ചെയ്തിട് കാണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ നാരായണനും പരമേശ്വരനും ഒഴിഞ്ഞ് ആരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നമേ രാക്ഷസരാജ്യം മുഴുവനതു നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിയിടിനാൻ താത സഹോദര നന്ദനാവല്ലഭാനാഥ നമുക്കവലംബനമാരയ്യോ വൃദ്ധയായേറ്റം വിരൂപയായുള്ളോരു നക്തഞ്ചരാധിപ സോദരീ രാമനെ ശ്രദ്ധിച്ച കാരണമാപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നതു മറ്റില്ല കാരണം ശൂർപ്പണകൈക്കെന്തു കുറ്റമതിൽ പരം പേരുമാളല്ലയോ ദശകന്ധരൻ ജാനകിയെ കൊതിച്ചാശുകുലം മുടിച്ചാനൊരു മൂഢൻ മഹാപാപി രാവണൻ അർദ്ധപ്രഹരമാത്രേണ ഖരാദിയെ ദേവതിച്ചതും വൃത്രാരിപുത്രനെ മൃത്യുവരുത്തി വാഴിച്ചു സുഗ്രീവനെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. അങ്ങനെ ഈ യുദ്ധത്തിന് എന്താണ് കാരണം? അതിന് ശൂർപ്പണക ഒരു കാരണമല്ല, കൈകേയി ഒരു കാരണമല്ല, മന്ദര ഒരു കാരണമല്ല. ഈ യുദ്ധത്തിന് നമ്മളെപ്പോഴും വായിക്കാറും പറയാറും കൈകേയിക്ക് വരം കൊടുത്തതല്ലേ കാരണം, മന്ദരയല്ലേ കാരണം, ശൂർപ്പണകയല്ലേ കാരണം എന്നാണ്. ഇത് നമ്മൾ ആരെയും കാരണമായി പറയരുത് എന്നാണ് രാമായണം നമുക്ക് പറഞ്ഞു തരുന്നത്. വിധിവിഹിതം ബുദ്ധിരനുസരിച്ച്, വിധിക്കനുസരിച്ച് ബുദ്ധി പ്രവർത്തിക്കും. രാവണന് സീതാദേവിയോട് തോന്നിയ ആഗ്രഹമാണ് ഇവിടെ വിധിക്ക് അനുകൂലിച്ച് വരേണ്ടി വന്നത്. അതിലൂടെ യുദ്ധത്തിന് മുന്നോടിയായി യുദ്ധം തുടങ്ങുന്നു. അങ്ങനെ അഗസ്ത്യനും ആദിത്യനെ സ്തുതിക്കുന്ന ഭാഗവും അതുപോലെ തന്നെ ആദിത്യ ഹൃദയമന്ത്രം ചൊല്ലുകയാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. സന്തതം ഭക്തിയാ നമസ്കരിച്ചിടുക സന്താപനാശകരായ നമോ നമഃ. അന്ധകാരാന്തകരായ നമോ നമഃ. ചിന്താമണേ ചിദാനന്ദായ തേ നമഃ. നീഹാരനാശകരായ നമോ നമഃ. മോഹവിനാശകരായ നമോ നമഃ. ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമഃ. സ്ഥാവരജംഗമാചാര്യായ തേ നമോ. ദേവായ വിശ്വൈക സാക്ഷിണേ തേ നമഃ. സത്വപ്രധാനായ തത്വായ തേ നമഃ. സത്യസ്വരൂപായ നിത്യം നമോ നമഃ. ഇത്തമാദിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം. ചിത്തം തെളിഞ്ഞഗസ്തോക്തി കേട്ടത്രയും ഭക്തി വർദ്ധിച്ചു കാകുൽസ്ഥനും കൂപ്പിനാൻ. പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്നു വീണാതരോപാന്തേ മരുവിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ആദിത്യ ഹൃദയ മന്ത്രത്തിന് ശേഷമാണ് രാവണന്റെ വധം. ആ ഭാഗം പറയുമ്പോൾ രാഘവൻ മാതലിയോടരുളി ചെയ്തതാകുലമെന്നിയെ തേർ നടത്തിയിടു നീ മാതലി. തേരതിവേഗേന കൂട്ടിനാനേതുമേ ചഞ്ചലമില്ലത ശാസ്യനും. മൂടി പൊടി കൊണ്ടു ദിക്കുമുടനിട കൂടി ശരങ്ങളുമെന്തൊരു വിസ്മയം. രാത്രിഞ്ചരൻ്റെ കൊടിമരം ഖണ്ഡിച്ചു ധാത്രിയിലിട്ടു ദശരഥപുത്രനും യാതുദാനാധിപൻ വാജികൾ തമ്മയും മാതലി തന്നെയും. ഏറെ എയ്തിയിടിനാൻ ശൂലം മുസലഗതാദികളും മേൽക്കുമേലെ പൊഴിച്ചു ദൂരാക്ഷസരാജനും. സായകജാലം പൊഴിച്ചവയും മുറി അയോധനത്തിനടുത്തിതു രാമനും. ഏറ്റമണഞ്ഞു അകന്നു വലം വെച്ചും ഏറ്റുമിടം വെച്ചുമൊട്ടും പിൻവാങ്ങിയും. സാരഥികളുടെ സൗദ്യ കൗശല്യവും പോരാളികളുടെ യുദ്ധകൗശല്യവും പണ്ടുകീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണം ഉണ്ടാകയുമില്ല വണ്ണമെനിമേലിൽ എന്നു ദേവാദികളും പുകഴ്ത്തിയിടിനാൻ. നന്നെന്നു തെളിഞ്ഞിതു നാരദൻ. പൗലസ്ത്യ രാഘവന്മാർ തൊഴിൽ കണ്ടു കാൺകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിയിടിനാൻ. വാദമടങ്ങി മറഞ്ഞിതു സൂര്യനും
മേദിനി താനും വിറച്ചിതു പാരമായി. പാദോനിധിയുമിളകി മറഞ്ഞിതു പാതാളവാസികളും നടുങ്ങിയിടിനാൻ. രാഘവ രാവണ യുദ്ധത്തിനു സമം രാഘവ രാവണ യുദ്ധമൊഴിഞ്ഞില്ല, കേവലമിങ്ങനെ നന്നു പുകഴ്ത്തിനാൻ. ദേവാദികളും അന്നേരത്തു രാഘവൻ രാത്രിഞ്ചരൻ്റെ തലയൊന്നറുത്തിയിടിനാൻ. ധാത്രിയിലിട്ടാൻ അതിനു നേരം അപ്പോഴേ കൂടെ മുളച്ചു കാണായതി അതിൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായതപ്പോൾ അതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടാന രക്ഷണാൽ. ഇത്തം മുറിച്ചു 101 തലകളെ പൃഥ്വിയിലിട്ടു രഘുകുല സത്തമൻ. പിന്നെയും 10 തലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമേ നന്നു നന്നെത്രയും. ഇങ്ങനെ 100,000 തല പോകിലുമെങ്ങും കുറവില്ലവൻ തല 10നും. രാത്രിഞ്ചരാധിപന്റെ തപോബലം ചിത്രം വിചിത്രം വിചിത്രമത്രേ തുലോം. കുംഭകർണൻ മകരാക്ഷൻ ഖരൻ ഭാലി പമ്പനാം മാരീചൻ എന്നിവരാദിയും ദുഷ്ടരെ കൊന്ന ബാണത്തിനിന്ന് ഇഷ്ടൂരമാമിവനെ കൊല്ലുവാൻ മടി. ഉണ്ടായതി ദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടീലുപായമേതുമെന്നീശ്വര ചിന്തിച്ചു രാഘവൻ. പിന്നെയും ദശകന്ധരൻ മെയ്യിൽ ബാണങ്ങൾ തൂകിയിടിനാൻ. രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ. ദേവദേവൻ തിരുമേനി മേലാവോളം കൊണ്ട ശരങ്ങളെ കൊണ്ടു രഘുവൻ ഉണ്ടായതിലുള്ളൊരു നിലവന്നേരം. പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും കെൽപ്പു കുറഞ്ഞു ദശാസ്യനും നിർണയം. 7 ദിവസം മുഴുവൻ ഈ വണ്ണമേ രോഷേണ നിന്നു പൊരുതാനന്നേരം. മാതലിതാനും തൊഴുതു ചൊല്ലിയിടിനാൻ ഏതും വിഷാദമുണ്ടാകായിക മാനസേ. മുന്നം അഗസ്ത്യ തപോധനനാദരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽ പ്രഭോ. പൈതാമഹാസ്ത്രമൈതന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘുവരൻ നന്നു പറഞ്ഞതു നീ തിന്നോടിരിക്കുന്നിടുവൻ ദശകണ്ഠനേ നിർണയം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. മന്ദമായി വീശിത്തുടങ്ങി പാവനനും നന്നായി വിളങ്ങി ചതുർദശലോകവും. താപസന്മാരും ജയ ജയ ശബ്ദേന താപമകന്നു പുകർന്നു തുടങ്ങിനാൻ. ശേഷിച്ച രാക്ഷസരോടി അകമ്പുക്ക കേഴത്തുടങ്ങിനാരൊക്കെ ലങ്കാപുരേ. അർക്കജന്മാരുതീ നീലാങ്കതാദിയാം മർക്കടവീരരുമാർത്തു പുകഴ്ത്തിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.